വീട്ടിലാണ്. മഞ്ജു ഉണ്ട്. മഞ്ജുവിൻ്റെ കുറച്ച് എമ്മഡ് ഫ്രണ്ട്സ് വരുന്നുണ്ട്, ഒരു 4 പേര്. അപ്പോൾ ഒരു വരുന്ന കുറച്ച് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അങ്ങനെ മഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എത്തി. മഞ്ജുവിൻ്റെ ഭയങ്കര ക്ലോസ് ആയ ഫ്രണ്ട്സാണ് ഈ കാണുന്നത്. ഒന്ന് വിബിത, ചൈതന്യ, ചാന്ദിനി, ഐശ്വര്യ, പിന്നെ അഖില. ചൈതന്യൻ്റെ അച്യുതിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അത് അടുത്ത ആൾ ചാന്ദിനീൻ്റെ വസു. 2 പേരും കൂടി ആയപ്പോൾ സമയം പോണത് അറിഞ്ഞേ ഇല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനും അമ്മയും കൂടി ബിരിയാണി പ്രിപ്പറേഷനിലാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നു, അമ്മ മീൻ ഉണ്ടാക്കുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നു, അമ്മ മീൻ പൊരിച്ചത് ഉണ്ടാക്കുന്നു. ബാക്കി അറിയാം അമ്മേ ബാബേൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്. കുട്ടികളിവിടെ വരുന്ന കുട്ടികളാണ്. അതേ ഉള്ളൂ. അതല്ല ഓലിവിടെ വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ആരെ പരിചയം ഞങ്ങള് മഞ്ജുവിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. കല്യാണത്തിന് വന്നിട്ടുണ്ട്, അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്ന മേൽനോട്ടത്തിന് അച്ഛൻ വന്നിരിക്കുകയാണ്. കുളിക്കൽ അച്ഛന് പണിയുണ്ട് ഇവിടെ. ബിരിയാണി ഉണ്ടാക്കാൻ കൈസഹായിന് ആവശ്യമുണ്ട്. ഉള്ളിയൊക്കെ നന്നാക്കി തരാണ് ഇനി അത് മുറിക്കാണ്ട്. എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ അച്ഛാ. ഇന്ന് കോട്ടയിൽ തന്നെ പോവാറിഞ്ഞിട്ട് ഫുള്ള് ഇതാക്കിയതാ. ഞാൻ 4 മണിക്ക് നീച്ച് അച്ഛനെ വിളിച്ചു നോക്കിയപ്പോ അച്ഛൻ നീച്ചില്ല. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 4 മണിക്ക് പോവാ. അച്ഛനക്ക് ചോറ് ഉണ്ടെന്നാ മാത്രമേ ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. എന്താ പഴഞ്ഞോറ് എന്തായാലും ഇന്നലെ ആദ്യമായിട്ട് അമ്മയ്ക്ക് കോട്ടയത്തെ ഉത്സവത്തിന് പോയിട്ട് ചോറ് കഴിക്കാൻ പറ്റി. അല്ല ഞാൻ ഭയങ്കര ആഗ്രഹത്തിലൊന്നല്ലേനല്ലോ. നിങ്ങളല്ലേ ചോറ് കഴിക്കാനുള്ള ആഗ്രഹം. അമ്പലത്തിൽ പോയി ചോറ് വെച്ചിട്ട് പറഞ്ഞോളൂ. ഇന്നലെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ നിന്റെ ബിരിയാണീൻ്റെ പണി നോക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട്. മീൻ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഗ്രേവി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അമ്മ അപാര പാചകക്കാരീനെ പോലെയാണ് കുക്ക് ചെയ്യുന്നത്. അവിടെ എന്താ ഇളക്കാം. ബിരിയാണിക്കുള്ള ഗ്രേവി സെറ്റാക്കുകയാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളെ അച്ചമ്മ. അച്ചമ്മയും ഞങ്ങളെ ക്യാൻറ്റീൻ ഭയങ്കര ക്ലോസ് ആണ്. അച്ചമ്മ ക്യാൻറ്റീനെ പറ്റി 2 വാക്ക് കറി. ക്യാൻറ്റീന് ഇങ്ങളെ എങ്ങനെയാ ഇഷ്ടമുണ്ടോന്നൊക്കെ ചോദിച്ചു. ക്യാൻറ്റീനോടൊക്കെ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ക്യാൻഡി അച്ചമ്മ വരുമ്പോ ക്യാൻഡി എന്താ ചെയ്യാ? കയ്യൊക്കെ നക്കി തോർത്തി ഒക്കെ കഴിഞ്ഞിട്ടാ വിടുള്ളൂ. കയ്യിൻ്റെ ഇപ്പൊ ഇതാ പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ ടോയ്. ക്യാൻഡിയ ടോയ് എടുക്ക്. ക്യാൻഡിയുടെ ഇന്നലത്തെ കോട്ടയെന്ന് വാങ്ങിക്കൊടുത്ത ആനക്കുട്ടി ടോയാ. ഇത് ഓന്റെ കുട്ടിയാണെന്നാണ് ഓന്റെ വിചാരം. ആണ്, പക്ഷെ അതുകൊണ്ട് ഭയങ്കര ഫേവറേറ്റും ആണ്. അതില്ലാതെ ഞങ്ങൾ ഉറങ്ങൂല, കിടക്കൂല, ഇരിക്കൂല, ഭക്ഷണം പോലും കഴിക്കൂല. ഇന്നലെ ഉച്ചക്ക് ക്യാൻഡിക്ക് ഇത് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനൊന്ന് വലിച്ചെറിഞ്ഞ സമയത്താണ് ഓന്ന് ചോറുന്നില്ല. അതാണ് ഞങ്ങളെ പുത്രനല്ല പുത്രി. അന്നത്തെ ദിവസം ഞങ്ങളെ കസിൻസും വന്നിരുന്നു. ഇത് സുജി, രേഷ്മ പറഞ്ഞ ഞങ്ങളെ 2 ഏച്ചിമാരാണ്. ഞങ്ങൾ വരുമ്പോഴാണ് അവരും കൂടുതൽ വരാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാലോ. ആണ് എൻ്റെ കസിൻ്റെ മോനാണ്. എന്താ പേര് എന്നൊക്കെ പറയും, ഇൻട്രൊഡ്യൂസ് ഞങ്ങൾ ഓൾ ഇൻ ഓൾ ആണ്. അതേപോലെ എൻ്റെ കല്യാണത്തിനൊക്കെ ഫുൾ സാന്നിധ്യവും ഡാൻസും എന്താ ഇപ്പം പറയണ്ടേ. ബാക്കി പറയാല്ലോ, ഇനി ഓൻ്റെ കുറേ വ്ളോഗൊക്കെ വരാനുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഓനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേക്കാട്ടി കൂടുതൽ ഓൻ്റെ പ്രവർത്തികളൊക്കെ കാണിച്ചു തരാം. അതല്ലേ വ്യാസേ? ഞങ്ങൾ പണ്ട് മംഗലാപുരത്തുള്ള സമയത്ത് ഞങ്ങൾ വെക്കേഷന് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്യൽ ഞങ്ങളുടെ അമ്മായിൻ്റെ വീട്ടിലാണ്. കാരണം ഇവർ 2 ആളാണ് അതിൻ്റെ മെയിൻ കാര്യം. കാരണം രേഷ്മേച്ചി ആണെങ്കിലും സുചേച്ചി ആണെങ്കിലും എപ്പോഴും അവിടെ ഉണ്ടാവും. കുറച്ചും കൂടെ ഞങ്ങൾക്ക് എക്സ്പോഷറൊക്കെ തരാറ് ഇവരെ വീട്ടിൽ പോകുമ്പോഴാണ്.
ഇത് ഞങ്ങളെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ആദ്യത്തെ സെറ്റ് ഞങ്ങൾ കസിൻസിൻ്റെ മക്കളും കൂടി ഞങ്ങൾ അടിക്കാൻ പോവുകയാണ്. എന്നിട്ടാണ് മഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് ഇരിക്കാൻ പോണേ. അപ്പം ആദ്യം ബിരിയാണി ഫുൾ പ്രിപ്പറേഷനൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, എല്ലാവരും വന്നുകൊണ്ട്. അച്ഛൻ്റെ ഭാഗത്ത് കസിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി 3 ആൾ ഇതിൽ മിസ്സിങ് ആണ്. അവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ രസമായിരുന്നു. വസു ആണെങ്കിലും അച്യുതാണെങ്കിലും നല്ല കളിയിലായിരുന്നു. കുട്ടികളെ കൂടെയുള്ള ടൈം പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ലോകമാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. പുതിയ പുതിയ പാട്ടുകൾ പഠിച്ചു, കഥകൾ പഠിച്ചു. അവർ രണ്ടാളും കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ മഞ്ജുവിൻ്റെ ഫ്രണ്ട്സും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. പിന്നെ ബിരിയാണീൻ്റെ കൂടെ ഡെസേർട്ടായിട്ട് കൊടുത്തത് ഫ്രൂട്ട് സാലഡാണ്. അമ്മ അതൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളെ വീട്ടിൽ വാനിലേനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ബട്ടർ സ്കോച്ചാണ്. കുറേ ആൾക്കാരെ ഒന്നിച്ച് കണ്ടിട്ട് ആരെടുത്തുനിന്ന് ലാളന വാങ്ങണം എന്നുള്ള ഡൗട്ടിലാണ് ക്യാൻറ്റീൻ്റെ പുതിയൊരു സ്വഭാവമാണ്. അതായത് ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ക്യാൻറ്റിക്ക് ഭയങ്കര നുണയാണ്. പക്ഷേ ക്യാൻറ്റി നമ്മൾ കൊടുക്കുമ്പോൾ അതവിടെ പ്രിസർവ് ചെയ്ത് അവിടെ കറക്റ്റ് എടുത്തേക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തിന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ക്യാൻറ്റി കറക്റ്റ് പോയി തിന്നും. ഞങ്ങളെ ഡൗട്ടാണ് ഞങ്ങൾ നായിക്ക് മുതൽ പഴമാണത്. ഞങ്ങളിതാ പഴം കഴിക്കുമ്പോൾ ഇനി ക്യാൻറ്റി വെയിറ്റിംഗ് ആണ്. എപ്പോഴാണ് ഈ പഴം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻറ്റി ഈ പഴം പോയി തിന്നും. സംശയം കഴിഞ്ഞ്, ക്യാൻറ്റിക്ക് സംശയം കഴിഞ്ഞ് ഇതാ ഫുൾ കംപ്ലീറ്റ് ആക്കി. ആദ്യം എടുത്ത് വെച്ചത് തന്നെ അവിടെ. ഞങ്ങളെ ക്യാൻറ്റീൻ്റെ കെനൽ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് വന്നു. രാത്രി പിന്നെ ഞങ്ങൾ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ബിരിയാണി തന്നെ കഴിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും കൂടി അട്ടിക്കിട്ടാരിയാണ് കിടന്നത്. വസു പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ഓൺ എനർജിയിലായി. പിന്നെ കിടന്നുറങ്ങാനൊക്കെ കുറേ സമയമായിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ കഥകളൊക്കെ പറഞ്ഞ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഗേൾസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഥയ്ക്കാണോ പഞ്ഞം. അച്യുതും ചൈതന്യവും ഐശ്വര്യം വൈകുന്നേരം തന്നെ പോയിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പല്ലെവിടെ? അതൊക്കെ അറിയാം. പിന്നെ രാവിലെ തന്നെ അവർ ഇറങ്ങാനുള്ള പ്ലാനിലായി. പിന്നെ ഇന്നത്തെ ഇവരെ വിസിറ്റിൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ വിബിത പറഞ്ഞ ഇവരെ ഗ്യാങ്ങിലൊരു കുട്ടിയുണ്ട്. ഇയാൾ കാനഡയിൽ പോവുകയാണ്. അപ്പോൾ ഇനി വരാൻ 2 കൊല്ലം എടുക്കും. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ ഒരു വിസിറ്റിലുള്ളത്. ബസ് പോകാനായപ്പോഴത്തേക്ക് ഫുൾ കമ്പനിയായി, ടാറ്റ പറച്ചിലായി. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഞങ്ങളെ ബേബി എഴുത്തീനെയാണ്. ബേബി എഴുത്തീൻ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ട് മുന്നത്തെ വീട്ടിലുള്ളതാണ്. ഞങ്ങളെല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായി. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആണ് ആൾ. അങ്ങനെ അവർ പോവുകയായി. അവർക്ക് ഓട്ടോ കിട്ടി. വിബിതയും ചാന്ദിനിയും വസുവും കൂടെ സ്റ്റേഷനിലേക്കാണ്. അവർ നേരെ കോഴിക്കോടേക്കാണ്. ചൈതന്യവും ഐശ്വര്യയും തലേ ദിവസം തന്നെ പോയി. പിന്നെ അഖിലയും പോയി. അഖില പരപ്പനങ്ങാടി റൂട്ടായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണല്ലോ. അങ്ങനെ എല്ലാവരും പോയ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴും ക്യാൻറ്റി കളിയിലാണ്. ക്യാൻറ്റി ടോയ്ലറ്റ് കളിയിലാണ്. പിന്നെ അവർക്ക് ചായക്ക് ഉണ്ടാക്കിയായിരുന്നു ബ്രെഡ് ടോസ്റ്റ്. ഞങ്ങളും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.